ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാജേശ്വരി വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിൽ മനംനൊന്ത് കാവേരി സങ്കടത്തോടെ ഇരിക്കുകയാണെന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും അറിഞ്ഞ അച്ഛൻ അരവിന്ദൻ ഒരു പ്ലേറ്റിൽ ചോറെടുത്ത് ഉരുളയാക്കിക്കൊണ്ട് കള്ളിപ്പൂച്ച എവിടെയെന്നും ചോദിച്ച് അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. അത് കാണേ ബാക്കിയുള്ളവരും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഉരുള ചോറ് വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും ആ കാഴ്ച കാണുന്ന കാവേരിയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോറുരുള വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും മറ്റു 3 പേരും സന്തോഷത്തോടെ അവർക്ക് ചുറ്റും ഡാൻസ് കളിക്കുകയാ. അടുക്കളയിൽ നിന്ന് വരുന്ന ശാരദയും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ അവൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഒരു ഉരുള കൂടിയുണ്ട്, നീ കഴിച്ചോ എന്ന് പറഞ്ഞ് അരവിന്ദൻ ആ ചോറുരുള ശാരദയ്ക്കായി നൽകുകയാ. അവരുടെ എല്ലാം സ്നേഹം കണ്ട് ശാരദയുടെ കണ്ണ് നിറയുമ്പോഴേക്കും മക്കളെല്ലാം അമ്മയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന അച്ചമ്മയ്ക്കും ആശ്വാസമാവുകയാ. അപ്പോഴേക്കും അരവിന്ദൻ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട്ടിലെ ഒരാളുടെയും കണ്ണീര് വീഴാൻ പാടില്ല. അതിനുവേണ്ടി കൂടിയ അച്ഛൻ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നതെന്ന്. പിന്നീട് അവരൊന്നിച്ചുള്ള സ്നേഹ നിമിഷങ്ങളിൽ നിള അച്ഛനോടായി ചോദിക്കുന്നുണ്ട്, നമ്മളാണോ ഈ പുഷ്പവാടിയിലെ ഏറ്റവും വലിയ പണക്കാരെന്ന്? ഇത് നിന്റെ സംശയമോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അങ്ങനെയാ പറയുന്നതെന്ന് നിളയും. അവരൊക്കെ പണക്കാരാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ, കുറച്ച് ബഹുമാനമൊക്കെ കിട്ടുമെന്ന് ഗംഗ പറയുമ്പോൾ അതെ 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 അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നേ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അച്ഛൻ അവിടുത്തെ ജോലിയിൽ ഒരുപാട് കഷ്ടപ്പാടാണോ എന്ന് നിള ചോദിക്കുമ്പോൾ ഒരു നിമിഷം വല്ലാതാവുന്ന അരവിന്ദൻ ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട്. യമുനയും പരിഭവത്തോടെ അച്ഛനോട് എത്ര തവണ പറഞ്ഞു ഞങ്ങളെയും കൂടി അവിടെ നിന്ന് കൊണ്ടുപോവാൻ, ഇതുവരെ കൊണ്ടുപോയില്ലെന്ന് പറയുമ്പോൾ മോളെ, ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നാ വെച്ചത്. ചില സ്ഥലത്ത് കടൽ, ചില സ്ഥലത്ത് മരുഭൂമി, ചില സ്ഥലത്ത് പർവ്വതങ്ങൾ, ചില സ്ഥലത്ത് മഞ്ഞുകട്ട, ചിലയിടത്ത് മരങ്ങളും പച്ചപ്പും. അങ്ങനെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യം ഓർമ്മിച്ചത്. അയ്യോ, ഈ ചെറിയ സ്ഥലത്ത് മാത്രം ഞാനൊന്നും വെച്ചു കൊടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ബാക്കി വന്നതെല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെ വെച്ചു. നമ്മുടെ ഈ കൊച്ചുനാട്ടിലെ ചെറിയ മരുഭൂമിയുണ്ട്, കടലുണ്ട്, കാടുണ്ട്, മഞ്ഞുണ്ട്, പുഴയുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്. അങ്ങനെയാ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായത്. അങ്ങനെ പറഞ്ഞ ദൈവത്തിന്റെ ഉറക്കറയിലാ നമ്മളെല്ലാം ജീവിക്കുന്നത്. ഫുൾ AC. പുഷ്പവാടിയിൽ ജനിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാ, ജീവിക്കുക എന്നുള്ളത് വേറൊരു ഭാഗ്യം. അങ്ങനെ സ്വർഗത്തിൽ ജീവിക്കുന്ന നിങ്ങളെ ഞാൻ എങ്ങനെയാ മക്കളെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ സാരമില്ല അച്ഛാ, അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, എന്തായാലും ഞങ്ങൾക്കും കാണണം എന്ന് കാവേരി പറയുമ്പോൾ ശരി, ഒരു ദിവസം നമുക്ക് പോവാം എന്ന് കാവേരിയോടായി പറഞ്ഞ് യമുനയോടായി ഏയ് കളക്ടർ സാർ, കളക്ടർ ആവൂലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ല എന്ന് യമുനയും. നീ കളക്ടറായി കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കളക്ടർ ബംഗ്ലാവിൽ താമസിക്കേണ്ടി വരുമോ എന്ന് അച്ഛൻ ചോദിക്കണ കേട്ട് അല്ല അച്ഛനപ്പോ ഞങ്ങളുടെ വീട്ടിലൊന്നും വന്ന് താമസിക്കില്ലേ എന്ന് ഗംഗയും ചോദിക്കുക. എല്ലാം കേട്ടോണ്ടിരുന്ന അച്ഛമ്മയും നിന്റെ വീടെന്ന് പറഞ്ഞാൽ അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ സുജാതയുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ ചേച്ചിയുടെ വീടെങ്ങനെ സുജാത അമ്മയുടെ വീടാവും എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. എടി പൊട്ടി, വിനീത് ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവള് താമസിക്കുന്നത് സുജാതയുടെ വീട്ടിലല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ഒന്ന് പോ അച്ഛമ്മേ, ഞാൻ വിനീതേട്ടനെ ഒന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് ഗംഗയും. ഈ അച്ഛമ്മ എപ്പോഴും ഇങ്ങനെയാ, വിനീതേട്ടനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കും എന്ന് ഗംഗ വീണ്ടും പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ വിനീതേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ഗംഗ വീണ്ടും തീർത്ത് പറയുമ്പോൾ പിന്നെ നീ ആരെടി കല്യാണം കഴിക്കാൻ പോകുന്നേ എന്ന് അച്ഛമ്മയും. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോളാം എന്ന് ഗംഗ ദേഷ്യത്തോടെ പറയുമ്പോൾ ചേച്ചി വിനീതേട്ടൻ എന്താ ഒരു കുറവ് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. വിനീതേട്ടന് കുറവ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് ഗംഗ പറയുന്നത് കേട്ട് ഡി എന്തെന്ന് ശാരദ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഗംഗ അച്ഛനോടായി അച്ഛാ, ഞങ്ങൾ കല്യാണം കഴിച്ച വിനീതേട്ടനും തയ്യൽക്കാരൻ, ഞാനും തയ്യൽക്കാരി, ഞങ്ങൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് തയ്യലിന്റെ കാര്യങ്ങളില്ലാതെ വേറെ എന്ത് സംസാരിക്കാൻ എന്നവൾ പറയുമ്പോൾ മോക്ക് ഏത് രീതിയിലുള്ള ചെക്കനെയാ വേണ്ടത് എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. ജനിച്ചപ്പോൾ മുതലേ ഞാൻ കാണുന്നതാ ഈ കുന്നും മലയും ഒക്കെ, ഇതൊക്കെ കടന്ന് എനിക്ക് പറക്കണം അച്ഛാ, വേറെ നാടുകൾ കാണണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, കല്യാണം കഴിഞ്ഞ പുതിയൊരു ജീവിതം എനിക്ക് വേണം അച്ഛാ, ഇതുവരെ കാണാത്തൊരു വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന പുതിയൊരു ലോകത്ത് സന്തോഷമായിട്ട് കഴിയണം എനിക്ക്. അച്ഛൻ അമ്മയെ നോക്കുന്നത് പോലെ ഒരു കുറവും വരുത്താതെ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് എന്റെ ചെറുക്കനും എന്നെ നോക്കണം എന്നൊക്കെ ഗംഗ പറയുന്നത് കേൾക്കെ അച്ചമ്മയും വിനീതാണെങ്കിൽ കുഞ്ഞുനാൾ മുതലേ നമുക്ക് പരിചയമുള്ള ചെറുക്കനാ, പുതിയൊരുത്തനെ കണ്ടുപിടിച്ചോണ്ട് വന്ന അവൻ കള്ളാണോ കഞ്ചാവാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഗംഗയ്ക്കും വല്ലതാവുന്നുണ്ട്. അത് കാണേ നമുക്ക് നോക്കാം മോളെ എന്ന് പറഞ്ഞ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുമ്പോൾ എന്തു നോക്കാമെന്ന്, നമ്മുടെ ഒക്കെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാണ് നീ കെട്ടാൻ പോകുന്ന ആളെന്ന് പറയുമല്ലായിരുന്നോ ശാരദ? ഇതിപ്പോ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഏത് മോഡൽ ചെറുക്കം വേണമെന്ന് പെണ്ണിനോട് ചോദിക്കുന്നു. കേട്ടുകേൾവിയുണ്ടോ
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗംഗയും വിനീതുമായിട്ടുള്ള കല്യാണം ഞാൻ ആ കാര്യം സുജാതയ്ക്ക് വാക്കു കൊടുത്തതാ. അതല്ലാതെ വേറൊന്നും നടത്താൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞ് അച്ചമ്മയും അവിടുന്ന് പോവുകയാ. ടെൻഷനോടെ ഇരിക്കുന്ന ഗംഗയുടെ കൈ ചേർത്ത് പിടിച്ച് ഞാൻ സംസാരിക്കാം മോളെ, പേടിക്കണ്ട എന്ന് പറഞ്ഞ അച്ഛനും അവളെ ആശ്വസിപ്പിക്കുകയാ. അവിടെ ഉമ്മറത്ത് ചെന്ന് നിന്ന് തണുത്ത് വിറച്ചു നിൽക്കുന്ന അമ്മയെ പുറകിലൂടെ വന്ന് അരവിന്ദൻ സ്വെറ്റർ പുതപ്പിക്കുന്നുണ്ട്. അവരത് തട്ടി മാറ്റിക്കൊണ്ട് നീ എന്നെ പുതപ്പിക്കാൻ നോക്കാതെ എത്രയും പെട്ടെന്ന് ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം നടത്താൻ മുഹൂർത്തം നോക്ക്. ചിങ്ങം കഴിയുന്നതിന് മുമ്പേ അത് നടത്തണം എന്ന് പറയുന്നത് കേൾക്കെ അത് ശരിയാവോ ശാരദേ എന്ന് കൂടെയുള്ള ശാരദയോടായി അരവിന്ദേട്ടൻ ചോദിക്കുന്നുണ്ട്. ശരിയാവോന്നോ? മുറപ്രകാരം അവന്റെ പെണ്ണല്ലേ ഗംഗ എന്ന് അമ്മ ചോദിക്കുമ്പോ അമ്മ മുറയൊക്കെ ശരി തന്നെയാ, പക്ഷെ ഗംഗയ്ക്ക് വിനീതിനെ ഇഷ്ടാവണ്ടേ എന്ന് ശാരദ ചോദിക്കുമ്പോ അത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളാ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും എന്ന് അച്ചമ്മ പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന കാവേരിയും അവരുടെ സംസാരം ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. ശരിയാവില്ലമ്മേ, ഒന്നും ശരിയാവൂല എന്ന് അരവിന്ദൻ പറയുമ്പോ എടാ വിനീതിന് എന്താ ഒരു കുറവെന്ന് പറ എന്നമ്മയും. അമ്മ വിനീതിനൊരു കുറവുമില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവാ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നത് അവനല്ലേ, പക്ഷേ ഗംഗയ്ക്ക് അവനെ ഇഷ്ടാവണ്ടേന്ന് ശാരദയും. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോടി എന്ന് അമ്മ ചോദിക്കുമ്പോ കാര്യമുണ്ടമ്മേ, മോളുടെ ജീവിതല്ലേ, അത് ഓള് തന്നെ തെരഞ്ഞെടുക്കട്ടെ എന്ന് അരവിന്ദനും. അമ്മയും ദേഷ്യത്തോടെ ചെവിക്കുട്ടി 2 നോക്കി കൊടുത്തിട്ടെ കേട്ടിടി എന്ന് പറഞ്ഞ അതോടെ എല്ലാം തീരും എന്ന് പറയുമ്പോ അത് തെറ്റാണമ്മേ, തെറ്റാണ്. എന്റെ മക്കളുടെ സന്തോഷത്തിനല്ലാതെ പിന്നെ ഞാൻ എന്തിനാ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്, വേറെ ചെറുക്കനെ നോക്കുന്നോ എന്നമ്മയും. വേറൊരു ചെറുക്കനെ നോക്കാതെ പറ്റില്ലമ്മേ എന്ന് അരവിന്ദൻ പറയുമ്പോ പിന്നെയും ഞാൻ പറയാ, ഗംഗ പിറന്നു വീണപ്പോ സുജാതയ്ക്ക് കൊടുത്ത വാക്കാ, അത് തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല അരവിന്ദ എന്ന് പറഞ്ഞ് അമ്മയും ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാ. ടെൻഷനോടെ നിൽക്കുന്ന അരവിന്ദന്റെ അരികിലേക്കായി കാവേരി ചെന്ന് അച്ഛാ ഗംഗ ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിലും വിനീതേട്ടനെ ഗംഗ ചേച്ചിയെ ജീവനാച്ച എന്ന് പറയുമ്പോ അതുകൊണ്ട് കാര്യമില്ല മോളെ, മോളെ ഇഷ്ടം തന്നെയാ പ്രധാനം എന്ന് അരവിന്ദനും. അപ്പോ ഗംഗയ്ക്ക് വേണ്ടി വിനീതിന് പകരം വേറെ ചെറുക്കനെ നോക്കണോ എന്ന് ശാരദ ചോദിക്കുമ്പോ നോക്കണം എന്ന് അരവിന്ദനും. അരവിന്ദേട്ടാ അപ്പോ സുജാത എന്ന് ശാരദ ചോദിക്കുമ്പോ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ഗംഗയ്ക്ക് പുതിയൊരു ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണവും നടത്തിയിട്ട് ഇനി സൗദിയിലേക്കൊരു മടക്കമുള്ളൂ എന്ന് അരവിന്ദേട്ടൻ പറയുമ്പോ ഇനിയും ഗൾഫിൽ പോണോ അരവിന്ദേട്ടാ എന്ന് ശാരദയും ചോദിക്കുക. പോണം ശാരദേ, ഇപ്പൊ ഗംഗയ്ക്ക് പുതിയൊരു പയ്യനെ കണ്ടുപിടിക്കണം, അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് ഇവളുടെ കല്യാണം, അത് കഴിഞ്ഞ് യമുനയെ പഠിപ്പിച്ച് കളക്ടറാക്കണം, അവളുടെ പദവിക്കൊത്തൊരാളെ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് നിളയുടെ കല്യാണം, അതും കൂടി ഒന്ന് സെറ്റിലാക്കിയിട്ടേ എനിക്കൊരിടത്തിരിക്കാൻ പറ്റൂ ശാരദേ, അപ്പോഴേ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങാൻ പറ്റുകയുള്ളൂ എന്നെല്ലാം അരവിന്ദേട്ടൻ പറയുന്നത് കേട്ട് സങ്കടത്തോടെ അരവിന്ദേട്ടന്റെ അരികിലേക്ക് നടന്നു ചെന്ന് എന്തൊരു ജീവിതമാ അരവിന്ദേട്ടാ ഇത്, അരവിന്ദേട്ടൻ അവിടെയും ഞാൻ ഇവിടെയും, അരവിന്ദേട്ടാ എത്ര വർഷമായി ഇത് എന്ന് പറഞ്ഞ് ശാരദ കരയാൻ തുടങ്ങുമ്പോഴേക്കും കരയല്ലേ എന്ന് പറഞ്ഞ് ശാരദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അരവിന്ദൻ. പിന്നീട് റോഡരികിലെ തട്ടുകടയിൽ നിന്നും കോൺ വാങ്ങിച്ച് കഴിക്കുകയാണ് നിവിൻ. കടക്കാരൻ ചൂടാക്കി കൊടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി ചൂട് വേണം ചേട്ടാ എന്ന് നിവിൻ പറയുന്നുണ്ട്. ഈ തണുപ്പത്ത് എത്ര ചൂടാക്കിയാലും പുറത്തെടുത്ത് വെക്കുമ്പോൾ തണുക്കും എന്ന് കടക്കാരൻ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചേട്ടനൊന്നും മനസ്സ് വെച്ച് ചൂടാക്കിയേ എന്ന് പറഞ്ഞ കോൺ തിരികെ നൽകുന്നുണ്ട് നിവിൻ. അപ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയടാ, പറഞ്ഞതുപോലെ ഒരു ത്രില്ലില്ലാളിയാ, അതേ മഞ്ഞും മരങ്ങളും മലകളുമാ, പുഷ്പവാടി പഴയ പുഷ്പവാടി തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ബുള്ളറ്റിലേക്ക് ചാരി നിന്ന് കോൾ ചെയ്യുമ്പോഴാണ് അകലെ നിന്നും ഒരു സ്കൂട്ടിയുടെ ഹോൺ അടി കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും കാണുന്നത് സ്കൂട്ടിയിൽ വരുന്ന കാവേരിയാണ്. അവനെ കാണുന്ന കാവേരിയും വണ്ടി കുറച്ച് മുന്നോട്ട് പോയി സൈഡ് ഒതുക്കി നിർത്തുന്നുണ്ട്. അവൻ വീണ്ടും ഫോണിലൂടെ പിന്നെ ഈ വെക്കേഷനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കുമെന്നുള്ളതാ എന്ന് കാവേരിയെ നോക്കി പറഞ്ഞുകൊണ്ട് ന്യൂസിലൊന്നും കണ്ടില്ലെന്നോ, അതെ കാണേണ്ടവർക്കേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴേക്കും കാവേരിയും ഹെൽമെറ്റ് എല്ലാം അഴിച്ചു വെച്ച് അവന് വരെ നടന്നെടുത്തോണ്ടിരിക്കുക. അവൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിവിന്റെ അരികിലേക്ക് ചെന്ന് ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അവനും ആ കോൾ കട്ട് ചെയ്യുക. പടക്കം പൊട്ടിച്ച് കൈ പൊള്ളിച്ചതിന് സോറി പറയാൻ വന്നതായിരിക്കും, അതിനുള്ളതൊന്നും ഇല്ലെന്നേ, ദേ ഇത് നോക്കിയേ എന്നവൻ കൈ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ലെൻസ് ഉണ്ടോ ഇയാളെ കയ്യിലെന്ന് കാവേരിയും ചോദിക്കുക. പ്രൈം ലെൻസും സൂം ലെൻസും ഉണ്ട്, ക്യാമറയിൽ ഇടുന്നതാ, വീട്ടിലിരിക്കുക, എടുത്തോണ്ട് വരണോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ അയ്യോ ഇയാൾ എടുത്തോണ്ട് വരുമൊന്നും വേണ്ട, വീട്ടിൽ ചെന്ന് ഇയാളുടെ അമ്മയുടെ കയ്യിൽ ആ സൂം ലെൻസ് എടുത്ത് കൊടുക്ക്, എന്നിട്ട് എവിടെ പൊള്ളിയതെന്ന് നോക്കി കണ്ടുപിടിച്ച് തരാൻ പറ, നല്ല സൂം ചെയ്ത് നോക്കണേ, അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റിയില്ലെന്ന് വരും എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോ അമ്മ കുറെ വഴക്ക് പറഞ്ഞല്ലേ, സോറി എന്ന് നിവിനും. സോറിയോ, ഇയാളവിടെ എന്തായിരുന്നു ബിൽഡപ്പ് എന്ന് പറഞ്ഞ് വേദനയോടെയുള്ള നിവിന്റെ അന്നേരത്തെ പിടച്ചിലെല്ലാം കാണിച്ചോണ്ട് ഞാൻ വിചാരിച്ചത് ഇയാൾക്ക് ഏതോ റോക്കറ്റ് ആക്രമണത്തിലാ പരിക്കേറ്റതെന്ന, ഓലപ്പടക്കത്തിന്റെ ഒരു ചീള് തെറിച്ചതിനാണോ ഇത്രയും അട്ടഹാസം. ഇയാളുടെ അമ്മയാണെങ്കിലോ അതുക്കും മേലെ, അവരുടെ ഒരു വെപ്രാളവും പരിഭ്രമവും ഒക്കെ കണ്ടാ തോന്നും മോന്റെ ഇപ്പൊ ഭൂമിയിലോട്ട് പിറന്നു വീണതാണെന്ന്, എന്നിട്ട് എല്ലാത്തിന്റെയും കുറ്റം എന്റെ തോളിലേക്ക് എന്ന് കാവേരി ദേഷ്യത്തോടെ പറയുമ്പോ സോറി കാവേരി എന്ന് നിവിനും. സോറിയോ,
ഒരു പാവം പെൺകുട്ടിയെ അവിടെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എവിടെ പോയിരുന്നു തന്റെ ഈ നാവ്? ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് ഇപ്പൊ പുറത്തെടുത്തതേയുള്ളോ എന്ന് കാവേരി വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സോറി പറഞ്ഞല്ലോ. ഇനി ഈ പാവം പെൺകുട്ടി ആരാണാവോ എന്ന് നിവിനും. ഞാൻ തന്നെ എന്തേലും കുഴപ്പമുണ്ടോ? അതെ, ഞാൻ ചോദിച്ചതിന് സമാധാനം പറ എന്ന് കാവേരിയും. അമ്മയല്ലേ വഴക്കു പറഞ്ഞത്, അമ്മയെ തിരിച്ചു വഴക്കു പറയാൻ പറ്റുമോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ മരുമോനെ പറ്റി ജയപാലനങ്ങളുടെ തള്ള എന്തൊക്കെയായിരുന്നു. വെൽ എഡ്യൂക്കേറ്റഡ്, നേച്ചർ ലവർ, നാട്ടിൽ എന്തു കാര്യമുണ്ടെങ്കിലും മുന്നിട്ടിറങ്ങുന്ന പയ്യൻ. എന്നിട്ട് കണ്ടപ്പോഴെന്താ അമ്മയുടെ സാരി തുമ്പിലൊളിക്കുന്ന ഒരു പേടിത്തൊണ്ട പയ്യൻ എന്ന് കാവേരി പറയുന്നത് കേൾക്കെ അമ്മയുടെ സാരി തുമ്പിലോ? ഞാനോ എന്ന് നിവിനും. പിന്നല്ലാതെ പൊന്നുമോനെ വാടാ പാപ്പം തരാമെന്ന് പറഞ്ഞ് അമ്മ ഒക്കത്തെടുത്ത് കൊണ്ടു നടക്കുന്ന ഒരു സീൻ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. സോറി പോലും എന്ന് പറഞ്ഞ് കാവേരി പുറകോട്ട് നോക്കാതെ തിരിഞ്ഞു നടക്കുമ്പോഴേക്കും നിവിനും അവളെ സ്നേഹത്തോടെ നോക്കി നിൽക്കുകയാണ്. അവളും ഹെൽമെറ്റ് എല്ലാം വെച്ച് വണ്ടിയെടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും കടക്കാരൻ നിവിനെ സാർ എന്ന് വിളിക്കുമ്പോഴേക്കും നിവിനും അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് കൈ നീട്ടുകയാ. അയാൾ ആ ചൂടുള്ള കോൺ അവന്റെ കയ്യിലേക്ക് ഇടുമ്പോഴേക്കും പുള്ളിപ്പിടയുന്ന നിവിനും എന്തുവാടോ ഇത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അയ്യോ സാറെ കുറയ്ക്കണോ എന്ന് അയാളും. വേണ്ട, ചിലത് ചൂടാവുമ്പോഴേ അതിനോട് ഇഷ്ടം കൂടും എന്ന് കാവേരി പോകുന്നത് നോക്കിക്കൊണ്ട് നിവിൻ പറയുകയാ. പിന്നീട് സുജാതമ്മയുടെ വീടാണ് കാണിക്കുന്നത്. സുജാതമ്മായി ഒരു കപ്പ മൂടോടെ ഇളക്കിക്കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് മുറിക്കുമ്പോഴാണ് അമ്മയെന്ന് വിളിച്ച് വിനീത അങ്ങോട്ട് വന്ന് എന്തു ചെയ്യുക അമ്മ ഇവിടെ എന്ന് ചോദിക്കുന്നത്. ഞാനേ ഇവിടെ TV കാണുകയാ, വന്നിരിക്കുന്നതേ ഒരു നല്ല സിനിമയാ എന്ന് അമ്മ പറയുന്നത് കേൾക്കെ എന്താ അമ്മ വിശേഷം എന്ന് വിനീതും ചോദിക്കുക. ഓണം നാട് നീളെ ഓണാഘോഷിച്ചിട്ടും എന്റെ മോൻ അത് അറിഞ്ഞില്ലേ? എടാ നോക്കി നിൽക്കാതെ ആ മുറം ഇങ്ങോട്ടെടുക്ക് എന്ന് പറയുമ്പോൾ അവൻ മുറം എടുത്തു കൊടുക്കുകയാ. സുജാതയും ആ മുറം വാങ്ങിച്ചോണ്ട് കപ്പ അതിലേക്ക് എടുത്തിടുമ്പോ അല്ലമ്മേ ഈ കപ്പയൊക്കെ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അയ്യോ എന്റെ മോൻ അത് അറിഞ്ഞില്ലായിരുന്നോ? ഇതുപോലെ തൊടിയിൽ നിൽക്കുന്ന ചക്കയും മാങ്ങയും തേങ്ങയും കപ്പയും ഒക്കെയാ നമ്മുടെയൊക്കെ ഭക്ഷണമേശയിലേക്ക് വിഴുങ്ങാനുള്ള വകയായിട്ട് അവതരിക്കുന്നത് എന്ന് അമ്മ പറയുമ്പോൾ ഈ അമ്മയ്ക്കിതെന്താ ഒന്ന് സ്നേഹാന്വേഷണം നടത്താന്ന് വെച്ചപ്പോ എന്ന് വിനീത് പറയുമ്പോൾ ആഹാ 10-30 വർഷമായിട്ട് ഇപ്പോഴാണോ നിന്റെ തലയൊന്ന് തയ്യൽ മെഷീന്റെ മുന്നിൽ നിന്ന് പൊങ്ങിയത്? ഇപ്പൊ നീ നോക്കുമ്പോ അമ്മ തൊടിയിലും പാടത്തുമൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നു. അമ്മയ്ക്ക് സഹായത്തിന് ഒരാൾ വേണ്ടേ? അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ മോനെ നിന്റെ ഈ സ്നേഹപ്രകടനം? സഹായത്തിന് ജോലിക്കാരെ ആരെയും വെക്കണ്ട, എന്തിനാ വെറുതെ അവർക്ക് ശമ്പളം കൊടുക്കുന്നേ? എന്തായാലും വിനീതിനൊരു പെണ്ണ് നോക്കണ്ടെന്ന് നാട്ടുകാർ ചോദിക്കും. ഉള്ളതാ, പെണ്ണൊരെണ്ണം പുരനിറഞ്ഞ് നിൽക്കുമല്ലേ, കെട്ടിച്ചു വിടുന്നില്ലെന്ന് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാ ഇവിടെ ഉണ്ടായിരുന്ന ഒന്നിനെ ഉള്ള പൊന്നും പണവും കൊടുത്ത് പറഞ്ഞു വിട്ടത്. അമ്മയ്ക്കൊരാവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഒച്ചയെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് കരഞ്ഞും പിഴിഞ്ഞും പറഞ്ഞാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഓണമോ സംക്രാന്തിയോ ഞാൻ ചാവാൻ കിടന്നാ പോലും ഉണ്ടോ? അതുപോലെ നീയൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാലും അവളെ ഈ അന്തപുരത്തിന് പുറത്തേക്ക് ഇറക്കില്ലെന്ന് എനിക്കറിയാം. മരുമകൾ വന്നാലൊന്നും തീരുന്നതല്ല ഈ സുജാതയുടെ കഷ്ടപ്പാട് എന്നമ്മ പറയുന്നത് കേൾക്കെ എന്തൊരു ടോക്സിക് ആണ് അമ്മ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അവനെ നോക്കി ചിരിയോടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് മോനെ എന്ന് അമ്മ പറയുമ്പോൾ എന്തിന് എന്ന് വിനീതും. എന്റെ മോൻ ഇത്രയെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചല്ലോ എന്ന് അമ്മ കളിയാക്കി പറയുന്ന കേൾക്കെ വിനീതും ഇറങ്ങി പോവാൻ നോക്കുമ്പോഴേക്കും അമ്മ ഇറങ്ങി വന്ന് അവനെ പിടിച്ചു നിർത്തി. അമ്മ ടോക്സിക്കാന്ന് പറഞ്ഞില്ലേ എന്റെ മോൻ? അതിന് എന്റെ മോൻ ഈ മലമൂട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അതിന് എന്നെ എവിടെയെങ്കിലും വിട്ടിട്ട് വേണ്ടേ നിങ്ങളെ എന്ന് വിനീതും. വിടുന്നതെന്തിനാ, നിനക്ക് പൊയ്ക്കൂടെ, നീ ഒരാൺകുട്ടിയല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഇക്കണക്കിനാണെങ്കിലേ ഞാൻ പോവും എന്ന് പറഞ്ഞവൻ ബൈക്കിൽ കയറുമ്പോഴേക്കും ആ പോയിട്ട് വരുമ്പോഴേ കുറച്ച് സ്നാക്സും കൂടി കൊണ്ടുപോരെ. പൊന്നുവിനെയും കൊണ്ട് ഗീത വരുന്നുണ്ട്. അവൾക്ക് അനിയനൊരു പെണ്ണ് നോക്കണമെന്ന്. അരവിന്ദന്റെ വീട്ടിലേക്ക് പോയി പെണ്ണ് ചോദിക്കണമെന്നൊക്കെ അവൾ പറയുന്നത് കേട്ടു എന്ന അമ്മ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ വാപൊളിച്ചിരിക്കുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയെ വിനീതിന് കൊടുക്കില്ലെന്ന് സുജാതയോട് അമ്മ പറയുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.